കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കാണുന്ന കാഴ്ചയാണ് പുത്തുമലയിലെ ഈ ശ്മശാന ഭൂമിയിലേക്ക് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ സംസ്കരിക്കുന്നത്. കൊണ്ടുവന്ന് ഈ PPE കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകരാണ് ഈ മൃതദേഹങ്ങൾ, ആരാരും തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതും സംസ്കരിക്കുന്നതും. കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിൽ കുറേ ആളുകളാണ് PPE കിറ്റൊക്കെ ധരിച്ച്, ഗ്ലൌസൊക്കെ ധരിച്ച്, മാസ്കൊക്കെ ഇട്ടാണ് അവരുടെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് അവർ പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഈ രംഗത്ത് സജീവമായിട്ടുണ്ട്. എന്താണ് തോന്നുന്നൊരു ഫീൽ? ആരും അറിയപ്പെടാതെ പോകുന്ന ആളുകളാണ്, തിരിച്ചറിയപ്പെടാത്ത ആളുകളാണ്. അങ്ങനെ എത്ര പേരെ നിങ്ങൾ ഇതിനോടകം അടക്കം ചെയ്തു? എന്താണ് ആ സമയത്ത് തോന്നുന്നൊരു ഫീല്? അതായത് സത്യം പറയുകയാണെങ്കിൽ നമ്മളെ മനസ്സ് മൊത്തത്തിൽ അലിഞ്ഞു പോകുന്ന ഇതാണ്. ഞാനിപ്പം ഒരു 5-6 ദിവസമായി മോർച്ചറി ഡ്യൂട്ടി കിട്ടിയിട്ട്. അപ്പം നമുക്ക് ഇത് മീൻസ് വാഷ് ചെയ്യാൻ വരുന്ന ബോഡിയും ഇപ്പം നമ്മൾ പൊതിയുന്ന ബോഡിയൊക്കെ കാണുമ്പോൾ അതിന്റെ അവസ്ഥ കാണുമ്പോൾ അത് എത്രയോ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയിട്ട് അന്ന് ഒരു രാത്രി ഉറങ്ങിയതായിരിക്കുമല്ലോ അവര്. അപ്പോൾ ആ ഒരു സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഉറങ്ങി പിറ്റേന്ന് എണീക്കുമ്പം ഒന്നുമില്ല, ഒരു നാടാകെ ഇതായി പോയ അവസ്ഥയാണ്. അതുപോലെ തന്നെ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒരു 2 വയസ്സ് ആൺകുട്ടിന്റെ ഒരു ബോഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് ബോഡി കവർ ചെയ്തു ഇതാക്കാൻ വേണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ ബന്ധുക്കൾ വന്നായിരുന്നു. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തോന്നുന്നു. അപ്പോൾ വന്നു, അവര് ആളെ നോക്കി ഫോട്ടോ കാണിച്ചു തന്നു. അപ്പൊ ഫോട്ടോയിൽ കാണുന്ന സൗന്ദര്യം ഒരു നമുക്ക് ഏവർക്കൊരു ഒരു ഇത് തോന്നുന്ന ഒരു മോനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടിയുടെ ശരീരം അടുത്തേക്ക് കാണുമ്പോൾ നമ്മളെല്ലാം കണ്ണ് നിറയാത്ത ഒരാളുണ്ടായില്ല അവിടെ. കണ്ണ് എല്ലാവരും അവിടെ നിൽക്കുന്ന ഓരോ ബോഡി കവർ ചെയ്യുന്ന ആൾ മുതൽ അവിടെ ബോഡി എടുക്കുക, ആംബുലൻസ് കയറ്റുക. അപ്പോൾ അവരെല്ലാം ഒരു നിറഞ്ഞ കണ്ണുകളല്ലാത്ത അവിടെ ഒരാളെയും കാണാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി. ഇപ്പം ഇത്രയും ഇതുള്ള മീൻസ് ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഞാനിവിടെ വന്നിട്ട് 12 ദിവസമായി. അപ്പൊ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു 12 ദിവസങ്ങൾ നമുക്ക് ഈ വയനാട് ഇതിലൂടെ കിട്ടിയെന്നുള്ളതാണ്. പലരും മടിച്ചു നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അത് ഏറ്റെടുത്തു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാനും അതുപോലെ തന്നെയാണ്. 2 ദിവസത്തേക്ക് വന്ന ഒരാളാണ്, കണ്ണൂരിൽ നിന്നാണ്. ഇപ്പൊ 14 ദിവസമായി വന്നിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് പോകാൻ തോന്നില്ല. അതാണ്, ഞങ്ങളിവിടെ വന്നു 2 ദിവസത്തേക്കാണ് വന്നത്. പക്ഷെ എനിക്കും ഫസ്റ്റ് വന്ന മുതലേ മോർച്ചറിയിലാണ്. ഞാൻ ഇത്രയും ദിവസമായിട്ട് മോർച്ചറിയിലാണ്. ഇത്രയും ദിവസം ബോഡി കൊണ്ടുവരുന്നതും കൂടെ ഞാൻ തന്നെ ഉണ്ടാവല്. എന്റെ കൂടെ പലരും ഉണ്ടാവാറുണ്ട്, സ്ഥിരമായിട്ട് ഞാൻ തന്നെ ഉണ്ടാവാറ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് പോകാൻ പറ്റുന്നില്ല നാട്ടിലേക്ക്. എന്താ പറയണ്ട, അത്രയും ഇതുള്ള അവസ്ഥയല്ലേ ബോഡികളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടത്തിൽ 2 പെൺകുട്ടികളുമുണ്ട്, 2 സ്ത്രീകളുമുണ്ട്. നിങ്ങളൊരു ഫീല് പറയാമോ? ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു മെന്റാലിറ്റി എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആൺകുട്ടികളുടെ മേഖല എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ സംസ്കരണം, മോർച്ചറി പരിപാലനമൊക്കെ ആൺകുട്ടികളുടെ മേഖലയായിട്ട് ആണ് പൊതുവെ കണക്കാക്കാറ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തില് സഹജീവി സ്നേഹം എന്ന് പറയുന്നത് ആൺ പെൺ ഭേദമന്യേ എല്ലാവർക്കും വേണ്ട ഒരു വികാരമാണല്ലോ. അപ്പം നമ്മളുടെ ആൾക്കാരാണ് മരണപ്പെട്ടത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് കാര്യമാണ് നമ്മളിപ്പോ ചെയ്തു കൊടുത്ത അവരുടെ കിട്ടിയ ബോഡി ഏറ്റവും നല്ല രീതിയിൽ അവരർഹിക്കുന്ന രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ഒരു കഴിഞ്ഞ ദിവസങ്ങളത്തെ ഒരു മാനസികാവസ്ഥ? ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ ഇതൊക്കെ കണ്ടിട്ടും അറ്റൻഡ് ചെയ്തിട്ടൊക്കെ? ഞാൻ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പം നാട്ടിൽ വെച്ചിട്ട് TV-യിൽ മാത്രമേ ഇതിന്റെ സംഭവങ്ങളും അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തിയൊക്കെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതല്ല, നേരിട്ട് വന്ന് കണ്ടപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്. ഓരോന്ന് അനുഭവിച്ചറിയുമ്പോഴാണ് കൂടുതൽ ഇത്രയൊക്കെ ജനങ്ങൾക്ക് ഇവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായത്. പിന്നെ കൂടാതെ തന്നെ പെൺകുട്ടികളാരും ഇങ്ങോട്ട് വരത്തില്ല, പൊതുവെ ആൺകുട്ടികളാണ് ഇതിനൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ടീം ഞങ്ങൾക്ക് വന്നോളാൻ അനുമതി നൽകി. വന്നപ്പോഴാണ് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് ഒരു പങ്കുചേരാൻ കഴിഞ്ഞു. നാളെ നമ്മൾ മനുഷ്യരാണ്, നാളെ നമുക്ക് എന്താണ് അവസ്ഥ എന്ന് അറിയത്തില്ല. സോ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ പരിപാലിക്കുക. അതുകൊണ്ട് നാളെ നമ്മളെയും ഇതേക്കൂട്ടി നോക്കാൻ നമ്മുടെ സജീവമായിട്ടുള്ള മനുഷ്യർ കാണും. ഉറപ്പാണ്. ഇത്തരത്തിൽ ഇതുപോലുള്ള ഒരു കൂട്ടം വിഭാഗത്തിലൂടെ സെല്യൂട്ട് കൊടുക്കാതെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ്. ടീം വെൽഫെയറിന്റെ പ്രവർത്തകരാണ് ഇന്ന് ഈ സംസ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുപോലെ പല സന്നദ്ധ പ്രവർത്തകരും, പല സംഘടനകളുടെയും, പല പാർട്ടികളുടെയും, പല ഓർഗനൈസേഷന്റെയും, പല കൂട്ടായ്മകളുടെയും ഒക്കെ പ്രവർത്തകർ ഇതുപോലെ PPE കിറ്റണിഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ശ്മശാന ഭൂമിയിൽ സംസ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രംഗത്തുണ്ട്. ഇതുപോലുള്ളവർക്ക് കൂടി സെല്യൂട്ട് നൽകാതെ നമ്മുടെ ഈ രക്ഷാപ്രവർത്തനവും ഈ ദുരന്ത ഭൂമിയിലെ പ്രവർത്തനങ്ങളൊന്നും പൂർത്തിയാകില്ല എന്നുള്ളതാണ് വസ്തുത. പുത്തുമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ.